കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനായ പാസ്റ്റർ MJ ഡൊമിനിക്, പ്രിയപ്പെട്ട സഹോദരി കൊച്ചുമോൾ, സഭയിലെ മുതിർന്ന ദൈവദാസന്മാർ, ചർച്ച് ബോർഡ് മെമ്പേഴ്സ്, ഗായക സംഘം, മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. എൻ്റെ മൂത്ത സഹോദരൻ പെട്ടെന്ന് ശാരീരികമായി ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ വളരെ അപ്രതീക്ഷിതമായി വന്നതാണ്. അദ്ദേഹത്തോടൊപ്പം ചില ദിവസങ്ങൾ ചെലവഴിപ്പാൻ ഇവിടെ വന്നാൽ നിങ്ങളെല്ലാം ഒന്ന് കാണാതെ പോകുന്നത് ദുഃഖകരമാണ്. അതുകൊണ്ടാണ് ഈ ആഴ്ചയിൽ നിങ്ങളോടൊപ്പം ആരാധിക്കാൻ വന്നത്. 6-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങൾ മടങ്ങിപ്പോകും. കൂടുതൽ ആമുഖമില്ലാതെ തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 26. എല്ലാവരും വേദപുസ്തകം തുറക്കണം. കുട്ടികൾ, പ്ലീസ് ഓപ്പൺ യുവർ ബൈബിൾ. മത്തായി 26-36 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ചിന്തിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. വായിക്കാൻ കുഞ്ഞെ 36-ാം വാക്യം. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ വന്ന ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. മതി. കർത്താവിൻ്റെ ഏറ്റവും ആഴമേറിയ വേദനയുടെ ഇടം എന്ന് വേദപഠിതാക്കൾ കരുതുന്നത് കാൽവരി അല്ല, ഗെത്സമേനയാണ്. ഗെത്സമേന വിജയത്തിൻ്റെ തോട്ടമായിരുന്നെങ്കിൽ ഏദൻ പരാജയത്തിൻ്റെ തോട്ടമായിരുന്നു. ഏദൻ അനുസരണക്കേടിൻ്റെ തോട്ടമായിരുന്നെങ്കിൽ ഗെത്സമേന സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ തോട്ടമായിരുന്നു. പിശാച് ജയം പ്രാപിച്ച സ്ഥലമായിരുന്നു ഏദനെങ്കിൽ പിശാചിനെ കീഴ്പ്പെടുത്തിയ ഇടമായിരുന്നു ഗെത്സമേന. മാനവകുലത്തിൻ്റെ ഗതി മാറ്റിയത് ഏദനായിരുന്നെങ്കിൽ മാനവകുലത്തിന് പ്രത്യാശ നൽകിയത് ഗെത്സമേനയായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ ഗൗരവകരമായ പാഠങ്ങൾ ഈ വേദഭാഗത്തുണ്ട്. എൻ്റെ ചിന്തയിൽ ഞാൻ സുവിശേഷം വായിക്കുമ്പോൾ അത്ഭുതങ്ങളൊന്നും എന്നെ അത്ഭുതപ്പെടുത്താറില്ല. കാരണം അത് വളരെ നാച്ചുറലാണ്, കർത്താവല്ലേ. പക്ഷേ അത്ഭുതങ്ങൾക്കകത്തുകൂടെ കർത്താവിൻ്റെ ക്യാരക്ടർ റിവീൽഡ് ആകുന്നതിലാണ് എനിക്ക് ധ്യാനിക്കാൻ ഇഷ്ടം. ക്രിസ്തീയ ജീവിതത്തിലെ 10 പാഠങ്ങൾ ഞാൻ ഈ തിരുവെഴുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് സമയോചിതം പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. ഒന്നാമത്തെ ചിന്ത, നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങളിവിടെ ഇരിപ്പിൻ. ഒന്നാമത്തെ പാഠം, യു കാൻ ഷെയർ all your troubles with everyone. നിങ്ങളിവിടെ ഇരിക്കുക, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാവരോടും പങ്കുവെക്കരുത്. അവർക്ക് മനസ്സിലായില്ല. നിങ്ങൾ പോകുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി എല്ലാവർക്കും മനസ്സിലാകില്ല. രക്തത്താൽ ജയം. ഓരോ മനുഷ്യനും വളർന്ന അളവിലെ മറ്റൊരാളെ അളക്കാൻ അവർക്ക് കഴിയും. ലളിതമായി പറഞ്ഞാൽ, കളവ് പറയുന്ന ഒരാൾക്ക് കളവ് പറയാത്ത ഒരാളെ ഒരിക്കലും മനസ്സിലായില്ല. അയാളുടെ വിചാരം ലോകത്തിലുള്ളവരൊക്കെ കളവ് പറയുന്നവരാണെന്ന്. ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം, സങ്കടങ്ങൾ എല്ലാവരോടും പങ്കുവെക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എഴുതിയെടുക്കണം കഴിയുമെങ്കിൽ. രണ്ടാമത്തെ പാഠം വായിക്കും, 37-ാം വാക്യം കുഞ്ഞെ. അടുത്ത രണ്ടാമത്തെ പാഠം, You may not share with everyone.
പങ്കുവെക്കാൻ ആരെങ്കിലും വേണം. പെന്തക്കോസ്തിന്റെ വൺ ഓഫ് ദ ട്രാജഡീസ് ഓഫ് അവർ കമ്മ്യൂണിറ്റി എന്താണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട അപജയം പങ്കുവെക്കാൻ ആരുമില്ല. അതിലേറ്റവും കഷ്ടം അനുഭവിക്കുന്ന ഉപദേശിമാരാണ്. പങ്കുവെക്കാൻ ആരുമില്ല. പങ്കുവെക്കാൻ മനുഷ്യർക്ക് ഭീതിയാണ്. എന്തുകൊണ്ട്? യു കാൻ ട്രസ്റ്റ്. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്ര അനുഭവം ഓടി വരുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ പങ്കുവെച്ചതിൽ വന്ന പാളിച്ചകളുടെ എത്ര അനുഭവം. ഞാൻ ഇന്ന് പകൽ ദൈവസഭയ്ക്കൊരു ദൗത്യം തരട്ടെ. നിങ്ങളോട് ഇടപെടുന്നവർക്ക് ബോധ്യപ്പെടണം, ഇവരോട് എൻ്റെ ദുഃഖം പങ്കിടാൻ കഴിയും. രക്തത്താൽ ജയം. മനുഷ്യരെല്ലാം അങ്ങനെ അന്വേഷിച്ച് നടക്കുക കുഞ്ഞുങ്ങളെ. ടു ഫൈൻഡ് സംബഡി ഹൂ ദേ ക്യാൻ ട്രസ്റ്റ്. ചില സ്ഥലത്തൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ആളുകൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട് അവരവരുടെ സങ്കടം പങ്കുവെക്കാൻ ആരുമില്ലാത്ത അസാധാരണമായ ഭാരത്തിലാണ്. ഐ ഗിവ് യു എ ചലഞ്ച്. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കോളേജിൽ ഒത്തിരി കുട്ടികൾ ഒത്തിരി പ്രശ്നത്തിലാണ്. ലെറ്റ് ദം ഫൈൻഡ് യു ആസ് എ ഫ്രണ്ട് ടു ഷെയർ. പെന്തക്കോസ്തിലെ ബന്ധങ്ങൾക്കെല്ലാം പരിഭവിക്കരുതേ. ലാഭം നോക്കി ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാ ഭൂരിപക്ഷ ആളുകളും. ജെന്യൂനായി നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഇഷ്ടപ്പെടുന്നവർ വളരെ വിരളമാണ്, വളരെ വിരളം. കർത്താവിന് ഒരു പത്രോസും ഒരു യോഹന്നാനും ഒരു യാക്കോബും വേണ്ടിയിരുന്നു. കർത്താവിന് വേണമായിരുന്നെങ്കിൽ, കർത്താവിന് പങ്കുവെക്കാൻ ആളെ വേണമായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം എന്താ? ഈ കാലം ആളുകളൊക്കെ അങ്ങ് സ്ക്യൂസിൻ ചെയ്യുകയാണല്ലേ. എല്ലാവരും ചുരുങ്ങി 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 അവരവരുടെ ലോകത്തിനകത്തേക്ക് ഒതുങ്ങുകയാണ്. പാടില്ല. നമ്മോട് ഇടപെടുന്നവർക്ക് ബോധ്യപ്പെടണം, ഈ മനുഷ്യൻ, ഈ സഹോദരി ദൈവത്തിൻ്റെ ഭൃത്യനാണ്, എനിക്ക് ഇദ്ദേഹത്തോട് എൻ്റെ ഭാരം പങ്കുവെക്കാം. മൂന്നാമത്തെ പാഠം വായിച്ചാട്ടെ. അടുത്ത വാക്യം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ശ്രദ്ധിക്കൂ. മൂന്നാമത്തെ പാഠം. ഒന്നാമത്തെ പാഠം എല്ലാവരോടും പങ്കുവരുത്. 2, പങ്കുവെക്കാൻ ആരെങ്കിലും വേണം. മൂന്നാമത്തത് ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. The Lord was opening up his heart. ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളം പിടയ്ക്കും. കർത്താവ് തന്റെ ഹൃദയം തുറക്കുകയാണ് ഇവരുടെ മുമ്പിൽ. എൻ്റെ ഉള്ളം മരണവേദന പോലെ, എൻ്റെ ഉള്ളം ദുഃഖിക്കുന്നു. മൂന്നാമത്തെ പാഠം, he opens up his heart. സഹോദരിമാരെ, ഞാൻ നിങ്ങൾക്കൊരു ദൗത്യം തരട്ടെ. കർത്താവ് തന്റെ ഹൃദയം തുറക്കാൻ ഒരുക്കമാണ് ചിലരോട്. ഷമാനാദിയ, കർത്താവ് ഒരുക്കമാണ് തന്റെ ഹൃദയം തുറക്കാൻ. Lord wants to speak to you. പറഞ്ഞു പഴകിയ മടുത്ത പ്രസംഗങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. Find something new from the scripture. ഭാഗ്യം വായിക്കുമ്പോഴേ നമ്മൾ തിരിച്ച് പ്രസംഗിക്കത്തില്ലേ? ഉറപ്പാണ്, ഈ പുസ്തകം ഒരു മഹാസാഗരമാണ്. ഇതിനകത്തുനിന്ന് മണിമുത്തുകൾ വാങ്ങി ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കാൻ ആരുണ്ട്? കർത്താവ് ഹൃദയം തുറക്കാൻ ഒരുക്കമാ കുഞ്ഞേ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കർത്താവ് മോശയോട് തന്റെ ഹൃദയം തുറന്നു. ഇന്ന് പകലിൽ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നൊരു ഒരു ചെറിയ പ്രാർത്ഥന ഉയരുമോ പരമാർത്ഥതയോടെ? കർത്താവേ, നിന്റെ ഹൃദയം എനിക്കൊന്ന് കാട്ടിത്തരണേ. ഈ കത്തോലിക്കരുടെയൊക്കെ വീട്ടുകളിൽ ഈ യേശുവിൻ്റെ തിരുഹൃദയം എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഉണ്ട്. അതിൽ വിശ്വസിക്കുകയൊന്നും വേണ്ട, പക്ഷെ അതിനകത്ത് പകരുന്ന ഒരു സന്ദേശമുണ്ട്. ജീസസ് ഓപ്പൺസ് അപ്പ് ഹിസ് ഹാർട്ട്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ലോകം വളരെ കലുഷമാണ്. നാം ചിന്തിക്കുന്നതിലും അപകടകരമാണ്. ഈ ഇരിക്കുന്ന പിള്ളേരെ ആർക്ക് മനസ്സിലാവുന്നുണ്ട്? അവർക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട് ദൈവസഭ? എന്ത് കൊടുക്കുന്നുണ്ട്? താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. പിള്ളേരെല്ലാം ശ്രദ്ധിച്ചിരിക്കും എൻ്റെ സന്ദേശത്തെ. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പ്രസംഗിക്കുമ്പോൾ ചർച്ചിലെ പാസ്റ്റർ എന്നോട് പറയാണ്, ഇത്രയും കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. God needs you in this generation. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു വിശേഷതയുണ്ട്. ഈ പ്രായമുള്ളവർ പിണങ്ങല്ലേ? പ്രായമുള്ളവർ നമ്മളങ്ങ് സീസൺഡായിപ്പോയി. നമുക്ക് ഈ ദൈവ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വെറും ഒരു ഡ്രാമാകളിയാണ്. പക്ഷെ ഇവരുണ്ടല്ലോ, ദേ ആർ ജെന്യുവിൻ. ഒരു വേദവസം വായിച്ചില്ലെന്ന് പറയും, പ്രാർത്ഥിച്ചില്ലെന്ന് പറയും. God needs you in this generation. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവിൻ്റെ ഹൃദയം തുറക്കാൻ. 4-ാമത്തെ പാഠം വായിക്കൂഞ്ഞ്. അടുത്ത വാക്യം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ് വീണു. പിതാവേ. മതി. നമുക്ക് ഒരു വാക്കും എടുത്തു പോകാം തിരുവെഴുത്ത്. ഇപ്പൊ 1-ാമത്തെ പാഠം, എല്ലാവരോടും പങ്കുവെക്കരുത്. 2, പങ്കുവെക്കാൻ ആള് വേണം. 3, കർത്താവ് ഹൃദയം തുറക്കുന്നു. 4, കർത്താവ് ഹൃദയം തുറന്നാലും കർത്താവ് അല്പം കൂടെ മുന്നോട്ട് പോയി. He was alone. 4-ാമത്തെ പാഠം, യു നീഡ്, വേദപുസ്തകമൊക്കെ തുറന്നു വെച്ചിരിക്കുക, സിനിമ കാണാൻ വന്നിരിക്കുകയല്ലോ. യു നീഡ് എ ടൈം വിത്ത് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകാന്തത വലിയ സമയമാണ് കർത്താവിനോടൊപ്പം ചെലവഴിക്കാൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ സന്ദേശങ്ങളെല്ലാം എൻ്റെ ഏകാന്തതയിൽ കർത്താവിന് എന്നോട് ഇടപെട്ടുള്ളതാണ്. എൻ്റെ സങ്കടത്തിനകത്ത് കർത്താവിനോട് ഇടപെട്ടിട്ടുള്ളതാണ്. യു നീഡ് എ ടൈം ഓഫ് ലോൺലിനെസ് വിത്ത് ഗോഡ്. ദൈവവുമായി നിങ്ങൾക്കൊരു ഏകാന്ത സമയം വേണം. ഈ വേദപുസ്തകം തുറക്കാതിരിക്കുന്നവരോട് ഞാൻ പറയാം, അതൊരു വലിയ തെറ്റാണ്. ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ വേദപുസ്തകം തുറന്നില്ലെങ്കിൽ നിങ്ങൾ 3 തെറ്റ് ചെയ്യുന്നു. നമുക്കിതാരും പറഞ്ഞു തരത്തില്ല. ലോക്കൽ പാസ്റ്ററിന് പരിമിതികളുണ്ട് പറയാൻ. 3 തെറ്റ് ചെയ്യുന്നു. 1, ദൈവവചനത്തെ ആക്ഷേപിക്കുന്നു. 2, ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഇൻസൾട്ട് ചെയ്യുന്നു. 3, കോൺഗ്രിഗേഷനെ ആക്ഷേപിക്കുന്നു. എല്ലാവരും വേദപുസ്തകമൊക്കെ തുറന്ന് വായിച്ചിരിക്കുന്ന കാണുന്നത് തന്നെ എന്തൊരു സന്തോഷമാണ്. ഈ പുസ്തകം തുറക്കാൻ കഴിയാത്ത 100 കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പോട്ടെ, ആ വിഷയം ഞാൻ വിടുക. 4-ാമത്തെ പാഠം പറഞ്ഞത്, യു നീഡ് എ ടൈം ഓഫ് ലോൺലിനെസ് വിത്ത് ഗോഡ്. കർത്താവുമായിട്ടുള്ള ഏകാന്തതയുടെ ഒരു സമയം നമുക്ക് വേണം. പെന്തക്കോസ്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ കുറഞ്ഞുപോയി. എന്തിന്? കുടുംബ പ്രാർത്ഥന എത്ര വീട്ടിലുണ്ട്? ഞാൻ ഈ പകലിൽ ദൈവസഭയോട് പറയുകയാണ്, നിങ്ങളുടെ തലമുറ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനോട് പറയുകയായിരുന്നു, നീ നിന്റെ മകനോടൊത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവന്റെ കുടുംബം വരുമ്പം അവനെവിടെ പ്രാർത്ഥിക്കാനാ? രക്തം ജയം. ആർ യു ലിസണിംഗ് ടു മീ? യു നീഡ് എ ടൈം ഓഫ് ലോൺലിനെസ്. 5-ാമത്തെ പാഠം. നിങ്ങൾ ആ പാട്ട് പാടിയതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. വളരെ ഈ ദൂതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു നിങ്ങളുടെ അവസാനത്തെ പാട്ട്. എടുത്താട്ടെ, 5-ാമത്തെ പാഠം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. മോളെ അവിടെ നിന്ന് പോരെ, 39 തന്നെ നോക്കാം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങി പോകണം. 5-ാമത്തെ പാഠം. പിതാവേ, വിളി കേട്ടോ. എനിക്കൊരു
അപ്പനുണ്ടെന്ന്. ഞാനിവിടെ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഒരു ഭക്തനെ മുന്നോട്ട് നയിക്കുന്ന, ആവൽക്കരമായ കഷ്ടത്തിലും അവനെ മുന്നോട്ട് നയിക്കുന്നൊരു എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരപ്പനുണ്ട് മുകളിൽ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ രാത്രിയിലൊക്കെ മടങ്ങി വരുമ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ വണ്ടി നിർത്തി പിള്ളേരെ പുറത്തിറക്കും. ഞാൻ അവരുടെ ഹൃദയത്തിൽ വിത്തുകൾ ഇട്ട് കൊടുക്കുകയായിരുന്നു. ഡെലിബറേറ്റായിട്ട് പുറത്തിറക്കിയിട്ട് ആകാശം കാണിക്കും, നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് മക്കളോട് പറയും, മക്കളെ ഇത് ഈ കാണുന്ന നക്ഷത്രങ്ങൾ സൃഷ്ടിച്ച ദൈവം നമ്മുടെ അപ്പനാണ്, നമുക്കൊരപ്പനുണ്ട്. I lost my father when I was just 8 years old. എനിക്കറിയാം അപ്പനില്ലാതെ വളരുന്ന ഒരു കുഞ്ഞിൻ്റെ ഭാരവും ഏകാന്തതയും പ്രതിസന്ധിയും ഒക്കെ അനുഭവിച്ച ആളാണ് ഞാൻ. എൻ്റെ ജീവിതം ധന്യമായത് സ്വർഗസ്ഥ പിതാവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ്. പകൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊരു പിതാവുണ്ട് എന്ന ബോധ്യം നഷ്ടപ്പെടുത്തരുത്. പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന എവിടെയായാലും മാതാപിതാക്കൾ മറക്കരുത്, അവിടെ ദൈവസഭയുണ്ടെന്ന് ബോധ്യമുള്ളിടത്ത് മാത്രമേ നിങ്ങളുടെ തലമുറയെ വിടാവൂ. രക്തം ജയം. പിതാവേ, എൻ്റെ അടുത്ത് ഹൈന്ദവരായ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ബോധപൂർവം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നിരവധി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ നിങ്ങൾ ദൈവത്തെ പിതാവെന്നാണോ വിളിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവർക്കറിയത്തില്ല ഇങ്ങനൊരു കാര്യം. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന ഒരു സമൂഹമുണ്ട്, ദൈവം പിതാവായ ഒരു കൂട്ടരുണ്ട്. അതാണ് നമ്മുടെ ശ്രേഷ്ഠത. നമ്മുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ആരുടെ ഒരു ഗുണമില്ല, നാം സേവിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠതയാ. ഐ എം ഗ്രേറ്റ് ബിക്കോസ് മൈ ഗോഡ് ഈസ് ഗ്രേറ്റ്. നിങ്ങൾ എവിടെ പോകുമ്പോഴും മറക്കരുത്. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ നെഞ്ചിൽ എഴുതി ചേർക്കണം. ഐ ഹാവ് എ ഗോഡ്. എനിക്കൊരപ്പനുണ്ട്, സകലവും കാണുന്നൊരപ്പൻ, സകലവും അറിയുന്നൊരപ്പൻ, സകലത്തിന് നീക്കുപോക്ക് തരുന്നൊരപ്പൻ, സകലത്തിനും മറുപടി തരുന്നൊരപ്പൻ. What a privilege. എന്തൊരു ഭാഗ്യമാത്. വേഗത്തിൽ പോകട്ടെ. ആറാമത്തെ പാഠം വായിച്ചോട്ടെ കുഞ്ഞെ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല. അത് പറയുന്നതിന് മുമ്പ് മർക്കോസ് ഈ സംഭവം പറയുമ്പോൾ മത്തായി പറയാത്തൊരു പ്രയോഗം നടത്തുന്നുണ്ട്. മർക്കോസ് 14:36 മത്തായി പറയാത്ത അപ്പാ പിതാവേ, നിനക്കെല്ലാം കഴിയും. മതി കുഞ്ഞെ, നിനക്ക് അബ്ബാ പിതാവേ നിനക്ക് എല്ലാം കഴിയും. My God is not a God of possibilities. My God is a God of impossibilities. രക്തം ജയം. യോനജാനെ ഇന്ന് പകൽ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്ന് കണ്ടില്ലായിരുന്നു, വീട്ടിൽ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. താൻ സൗഖ്യമില്ലാതെ കിടക്കുന്നറിഞ്ഞപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിനെ don't belittle our God. Don't belittle our God. നമ്മുടെ ദൈവത്തെ നമ്മൾ ചെറുതാക്കരുത്. നമ്മെ ചെറുതാക്കരുത് ദൈവത്തെ. നമ്മുടെ വാക്കുകൊണ്ട് ചെറുതാക്കരുത്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ചെറുതാക്കരുത്. പാസ്റ്റർ പറഞ്ഞ വാചകം ഞാൻ ഉദ്ധരിക്കട്ടെ. There is no God like him. എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, there is none like him. നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് കോറസ് ഇല്ലേ? there is none like him. നമ്മുടെ ആരാധന സജീവമാകുന്നത് എപ്പോഴാണ്? എനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾ പലരും വാ പോലും തുറക്കാതെ ഇരിക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഒരു ശുശ്രൂഷകൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത്
എൻ്റെ ഒരു വലിയ ആത്മീയ ഗുരുവായിരുന്നു പാസ്റ്റർ ജോൺ ഡാനിയൽ, മരിച്ചുപോയ. പാസ്റ്റർ കെ ഇ തോമസ് എൻ്റെ ഒരു മെൻറ്ററായിരുന്നു. ജോൺ ഡാനിയൽ ഇങ്ങനെ പറയും, ബ്രദറെ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ ചർച്ച് വരുന്നവരെല്ലാം ആത്മാവിൽ ആരാധിക്കുന്നത് കാണണം. നിങ്ങളുടെ പാസ്റ്റർ ജെന്യൂനായ ഒരു ദൈവദാസന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം തൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുന്നത് കാണുന്നതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വാ തുറക്കാതിരിക്കരുത്. ദൈവത്തെ ആരാധിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. നിങ്ങൾ ചോദിച്ചു നോക്കി, ഇരിക്കുന്ന തങ്കച്ചായനോട്, ഇവരോടൊക്കെ ചോദിച്ചു നോക്ക്. This church was built in prayer. പ്രാർത്ഥനയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ദൈവസഭയായത്. മറക്കല്ലേ, ഇതൊന്നും വെറുതെ ഉണ്ടായി വന്നതല്ല. നിരവധി ദൈവമക്കളുടെ കണ്ണുനീരാണിത്. എൻ്റെ ദൈവത്തിന് ഒരു പാട്ടിൻ്റെ ഈടി അവസാനം പാടും, എൻ്റെ ഹൃദയത്തിൽ ഒരു പേരാണ് പാസ്റ്റേ, ഒരു മിനിറ്റ്. എല്ലാം സാധ്യം. എത്ര പാഠം പറഞ്ഞു? 6 പാഠം. 7ാമത്തെ പാഠം ആ വാക്യം ഒന്നുകൂടെ വായിക്കും, അവസാന ഭാഗം. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, അങ്ങ് ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 7ാമത്തെ പാഠം, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല. നമ്മൾ പാടിയില്ലേ, നിന്റെ ഹിതം പോലെ. ഞാൻ ഇച്ഛിക്കും പോലെ അല്ല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എൻ്റെ സ്വപ്നങ്ങൾ വേണ്ട, എൻ്റെ ആഗ്രഹങ്ങൾ വേണ്ട, എൻ്റെ ഇഷ്ടങ്ങൾ വേണ്ട, എൻ്റെ പ്ലാനുകൾ വേണ്ട. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, ഞാനിപ്പോൾ ദൈവസന്നിധി പറയാം, ഐ ഹാവ് നെവർ പ്ലാൻഡ് എനിത്തിങ് ഇൻ മൈ ലൈഫ്. നെവർ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ദൈവം ഇങ്ങനെ കരം പിടിച്ചു കൊണ്ടുപോയതാ. കർത്താവ് നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകും. എൻ്റെ ഹിതം വേണ്ട എന്ന് നീ ഹൃദയപൂർവം പറഞ്ഞാൽ. നമ്മൾ വെറുതെ പറയുന്ന എൻ്റെ ഹിതം ഒന്നും വേണ്ട, നമ്മളെല്ലാം ഒപ്പിച്ച് വെച്ചേച്ചാ എൻ്റെ ഹിതം വേണ്ടെന്ന് പറയുന്നത്. ഒരിക്കലും ഉപദേശം എന്നോട് പറഞ്ഞു, ഡൊമിനിക്കല്ല കേട്ടോ, ഡൊമിനിക്ക് എനിക്ക് വളരെ പ്രിയനാണ്, എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, എൻ്റെ അടുത്ത സ്ഥലം മാറ്റത്തിന് വേണ്ടി. മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഇയാൾ ഇന്നലെ കുമ്പനാട്ട് പോയി എല്ലാം ഒപ്പിച്ചേച്ചും വന്നാന്ന്. എൻ്റെ ഹിതം വേണ്ട, എല്ലാം ഒപ്പിച്ചേച്ചാ പറയുന്നത് എൻ്റെ ഹിതം. സോൾ ഡ്രാമ. ഉറപ്പ് ഞാൻ പറയാം നിങ്ങളോട്, ഐ വിൽ ടെൽ യു ഹോണസ്റ്റ്ലി, എൻ്റെ ഹിതം വേണ്ട എന്ന് നിങ്ങൾ പരമാർത്ഥതയോടെ പറഞ്ഞാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറം ചെയ്യാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. I tell you from my own life. എൻ്റെ ഹിതം വേണ്ട. 8ാമത്തെ പാഠം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഇല്ല കുഞ്ഞെ, 8ാമത്തെ പാഠം അതിനകത്ത് മറ്റേ വാക്യത്തിൽ കിടപ്പുണ്ട്. നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നീ ഇച്ഛിക്കും പോലെ. 7ാമത്തെ പാഠം, എൻ്റെ ഹിതം വേണ്ട, എൻ്റെ ഇഷ്ടം വേണ്ട. 8ാമത്തെ പാഠം, നിന്റെ ഇഷ്ടം. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളുടെ ഭാവി നാളെ എന്താവുമെന്ന് അറിയത്തില്ല. 5 പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 5 പേര് 5 ആലോചന പറയും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. I tell you, God will talk to you. നിന്റെ ഇഷ്ടം മതി. പറയുന്നതിന്റെ അർത്ഥം എന്താ? എന്തോ ഈ പറയുന്നതിന്റെ അർത്ഥം? നിന്റെ ഇഷ്ടം മതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ റെഡിയാ മരിക്കാൻ, ഞാൻ റെഡിയാ അപമാനമേൽക്കാൻ, ഞാൻ റെഡിയാ ക്രൂശ് വഹിക്കാൻ. ഒരു കാര്യം നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, ദൈവേഷ്ടം ചെയ്യുന്ന മനുഷ്യൻ ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കും. ഏത് കഷ്ടത്തിലും അവനൊരു ബോധ്യമുണ്ടാകും, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നമുക്ക് ഹൃദയപൂർവ്വം പറയാമോ കർത്താവിനോട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ ഹിതമല്ലാത്തതൊന്നും നടക്കരുത്. എനിക്ക് വളരെ പ്രിയനായ ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ തോമസ് കോശി. ഇപ്പം ഫ്ലോറിഡയിൽ ശുശ്രൂഷിക്കും. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന 97-ലാണ്.
താൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ, അന്ന് ശുശ്രൂഷിച്ച ചർച്ചിൽ ഞാനൊരു 7 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പിരിയുകയാണ്. അദ്ദേഹം എന്നേക്കാൾ വളരെ സീനിയർ ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം പ്രാർത്ഥിച്ചൊരു വാക്ക്, പ്രിയ കർത്താവേ, തിരുഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്റെ ദാസനെ നിർത്തണമേ. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛായ ഞാൻ ഈ പ്രാർത്ഥനാ വാചകം കടമെടുക്കുക. ഇന്നു മുതൽ ഞാൻ ഈ പ്രാർത്ഥനാ വാചകം എൻ്റെതാക്കും. തിരുഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ. Are you with me? തിരുഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ. In the heart of God's will, in the center of God's will. കർത്താവിൻ്റെ ഇഷ്ടത്തിനകത്ത് എന്നെ നിർത്തണം. എൻ്റെ ആയുസ് ഇന്ന് വരെ ഞാൻ ആത്മീയ കാര്യത്തിന് ഒരു റെക്കമെൻഡേഷന് ഇന്ന് വരെ പോയിട്ടില്ല. ശുശ്രൂഷയ്ക്ക് ഒരു അവസരം ചോദിച്ച് ഞാൻ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ഒരു രാജ്യത്ത് ഞാൻ ആരുടെയെങ്കിലും സഹായം കൊണ്ട് പോയിട്ടില്ല. എനിക്കറിയാം, ദൈവമാണ് അയക്കുന്നതെങ്കിൽ ദൈവം വഴി തുറക്കും. ദൈവം വഴി തുറക്കും. കുഞ്ഞെ, നീ തിരുഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ. അടുത്ത പാഠം, 9ാമത്തെ പാഠം. മതി 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 കുഞ്ഞെ. 3 പേരെയാണ് പങ്കുവെക്കാൻ കർത്താവ് തെരഞ്ഞെടുത്തത്. But they also failed. നമ്മൾ തിരഞ്ഞെടുക്കുന്നവർ പോലും നമ്മെ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. 9ാമത്തെ പാഠമാണത്. പരിഭവിക്കരുത്, പരിഭവിക്കരുത്. ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ട്രസ്റ്റ്. എൻ്റെ ആശ്രയം ദൈവമാണ്. ഇന്ന് പകൽ നാം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ ഇരിപ്പൊരു സന്ദേശമാണ്. നമ്മൾ പറയുകയാണ്, എൻ്റെ ആശ്രയം ദൈവമാണ്. എൻ്റെ ആശ്രയം ദൈവമാണ്. എനിക്ക് മറ്റൊരാശ്രയം വേണ്ട, എനിക്കൊരു മറ്റൊരു സഹായം വേണ്ട. ഇത് പറയാൻ ആർജവും വേണം. എനിക്ക് ദൈവം മാത്രം മതി. ദൈവമല്ലാതെ മറ്റൊന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവത്തെ മാത്രം മുൻനിർത്തി ഞാൻ ജീവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ. 10ാമത്തെ പാഠം, അവസാനത്തെ പാഠം. ഇല്ല കുഞ്ഞെ, അത് മത്തായി പറയാത്തൊരു കാര്യം ലൂക്കോസ് പറയുന്നുണ്ട്. 10ാമത്തെ പാഠം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ലൂക്കോസ് 22:43. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. 10ാമത്തെ പാഠം. നീ തിരുഹിതം അന്വേഷിച്ചാൽ, നീ നെടുമ്പാട് വീണ് കരഞ്ഞാൽ, നിനക്ക് വേണ്ടി ഒരു ദൂതൻ വരും. നിനക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. രക്തത്താൽ ജയം. ഇന്ന് പകലിൽ ഓർത്തുകൊള്ളുക, നിന്നെ ഒറ്റയ്ക്കാക്കത്തില്ല അവൻ. നിന്നെ ശക്തീകരിക്കാൻ അവൻ നിനക്കൊരു ദൂതനെ അയച്ചു തരും. രക്തത്താൽ ജയം. ഒരു ദൂതൻ വരും. ഇന്ന് പകൽ ചിലപ്പോൾ ഈ ദൈവദാസനായിരിക്കും നിനക്ക് വേണ്ടി ദൈവം അയച്ച ദൂതൻ. ഞാൻ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് ഈ ദൂതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അക്ഷരികമായി ദൂതൻ വരണമെന്നൊന്നുമില്ല. ഞങ്ങളുടെ മൂത്ത മോൻ കിച്ചുവിൻ്റെ കല്യാണം 2014 നിങ്ങൾക്കറിയാം. ഇപ്പം കല്യാണത്തിന് മുമ്പ് വീട് പെയിൻറ് ചെയ്യുക. 2006 അതിനു മുമ്പ് വീട് പെയിൻറ് ചെയ്ത് 8 കൊല്ലമായി. അതിനകത്തൊരു ആത്മീയ പാഠമുണ്ട്. റിപ്പയർ ചെയ്താൻ വൈകിയാൽ ചെലവ് കൂടും. ആത്മീയ ജീവിതത്തിലും റിപ്പയർ ചെയ്യാൻ വൈകിയാൽ ചെലവ് കൂടും. പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബജറ്റ് മുഴുവൻ തെറ്റി. കല്യാണ ചെലവിന് എൻ്റെ കയ്യിൽ കാശില്ല. കുറച്ച് കാശുണ്ട്, പക്ഷെ ആവശ്യത്തിനുള്ള പണമില്ല.
ആരോട് ചോദിച്ചാലും തരും. പക്ഷെ ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അയാളോട് ആയുഷ്കാലം കടപ്പെട്ടിരിക്കും. എനിക്കൊരു സ്നേഹിതനുണ്ട്, കാത്തലിക് ഫ്രണ്ട്. വിശ്വാസികളോട് ചോദിക്കരുത്. ചോദിച്ചാൽ നിങ്ങളുടെ ശവപ്പെട്ടിയുടെ മുമ്പിൽ പറയും, ഇവനെ പണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഞാനാ സഹായിച്ചെന്ന്. എൻ്റെ വിശ്വാസികളോട് സ്നേഹത്തിനല്ലാതെ വേറെ ഒരു കാര്യത്തിനും കടംപെട്ടരുത്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ഒരു വലിയ എസ്റ്റേറ്റൊക്കെ ഉള്ള ആളാണ്, ആൻ്റണി സെബാസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചു ആൻ്റണിയോട് ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരും. പക്ഷെ എനിക്കങ്ങ് ഭയങ്കര സങ്കടമാണ്, സോ ബാഡ് ചോദിക്കാൻ. ഞാൻ അന്ന് രാത്രി ഒത്തിരി കരഞ്ഞു. എൻ്റെ ഡ്രോയിങ് റൂമിൽ മുട്ടുകുത്തി ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു. അറിയാമോ, പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വരിക. ഞാൻ പാരാഫ്രൈസ് ചെയ്ത് പറയാം. പാസ്റ്റർ അങ്കിൾ, ഒരു പയ്യൻ എഴുതിയിരിക്കുക മറ്റൊരു പട്ടണത്തിൽ നിന്ന്. ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, താങ്കൾക്ക് കുറെ പണത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചാൽ താങ്കൾ നോ പറയൂന്നറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നത്, എന്ത് പണം വേണമെന്ന് പറയൂ, സൗകര്യം പോലെ എപ്പോഴെങ്കിലും തിരികെ തന്നാൽ മതി. ഞാൻ എൻ്റെ 2 മക്കളെയും വിളിച്ച് ഈ ടെക്സ്റ്റ് മെസ്സേജ് കാണിച്ചു. 1 മണിക്കൂറിനകം എനിക്ക് ആവശ്യത്തിന് വേണ്ട പണത്തേക്കാൾ കൂടുതൽ പണം എൻ്റെ അക്കൗണ്ടിൽ വന്നു. ദൂതനെ അയച്ചതാ ദൈവം. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നീ നിലവിളിച്ചാൽ നിനക്ക് ദൂതനെ അയക്കുന്നൊരു ദൈവമുണ്ട്. ദൂതനെ അയക്കുന്ന ദൈവം ഒരു കെട്ടുകഥയല്ല കുഞ്ഞെ. ഇന്നും ദൈവം ദൂതനെ അയക്കുന്നുണ്ട്. ദൂതനെ അയച്ച് സഹായിക്കുന്ന മഹാദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ആ കൊച്ചൻ കല്യാണത്തിന് വന്നു. കല്യാണത്തിന്റെ മുഴുവൻ അറേഞ്ച്മെന്റും അവൻ തന്നെ ചെയ്തേ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇവന്റ് മാനേജേഴ്സിന് എത്ര പൈസ കൊടുക്കണ്ടേ? പറയും, വേണ്ട പാസ്റ്റർ അങ്കിൾ, അതെന്റെ ഗിഫ്റ്റാണ്. I'm telling you true life stories. Your God is so faithful than you believe. എനിക്ക് കാണാം നിരവധി ആളുകൾ കരയുന്നത്. ഇന്ന് പകൽ ഈ നിനക്ക് ദൂതനെ അയച്ച് ദൈവം തരിക. ദൂതനെ അയക്കുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.